ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു വരാൻഡ റൈസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 നമ്മുടെ RRB NDPC എക്സാമിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ഇയർ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കഴിഞ്ഞ തന്നെ NDPCക്ക് മുമ്പ് തന്നെ 2 റെയിൽവേ എക്സാംസ് കഴിഞ്ഞല്ലോ. നമ്മുടെ RPF അതുപോലെ തന്നെ നമ്മുടെ ഏതായിരുന്നു ALP അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരു ചോദ്യം അപ്പോൾ നമുക്കറിയാം. ഇപ്പോൾ എന്തായാലും RPF ഒക്കെ ഡിഗ്രി ലെവൽ എക്സാം ആണല്ലേ. അപ്പോൾ ഒരു പാറ്റേണിൽ എന്തൊക്കെയാണ് ഹിസ്റ്ററിയിൽ ചോദിച്ചിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ അത് തന്നെയാണ് വരാൻ പോകുന്ന NDPC എക്സാമിന് നമുക്ക് ചോദിക്കാൻ പോകണം. സോ ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ റെയിൽവേ എക്സാമിന് കഴിഞ്ഞ ഹിസ്റ്ററിയുടെ ചോദ്യവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്തൊക്കെ പാറ്റേണിലാണ് ഇപ്പോഴും ഹിസ്റ്ററിയിൽ നിന്നും റെയിൽവേ എക്സാമിന് ചോദിക്കുന്നത് നമുക്ക് നോക്കാം. അത് തന്നെയാണ് ഇവിടെ ഈ വർഷത്തെ നമ്മുടെ NDPC എക്സാമിനും ചോദിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം ഇതാണ്: കുത്തുബുദ്ദീൻ ഐബക്ക് വാസ് ഫോണ്ട് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഔട്ട്ഡോർ സ്പോർട്സ്? ഏത് ഔട്ട്ഡോർ സ്പോർട്സ് ആണ് കുത്തുബുദ്ദീൻ ഐബക്ക് കണ്ടെത്തിയത്? സോ കുത്തുബുദ്ദീൻ ഐബക്ക് ആരാ? നമുക്കറിയാം. കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനാണ് അല്ലേ. അതായത് നമ്മുടെ ഫസ്റ്റ് ഡൈനാസ്റ്റിയാണ് ഏത്? സ്ലേവ് ഡൈനാസ്റ്റി. അതിൻ്റെ ഫൗണ്ടറാണ് ആര്? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് അല്ലേ. സ്ലേവ് ഡൈനാസ്റ്റി അഥവാ മറ്റൊരു പേരെന്താ? മാമുലുക്ക് ഡൈനാസ്റ്റി എന്ന് പറയും അല്ലേ. ഇതിൻ്റെ സ്ഥാപകനാണ് നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക് അല്ലേ. പുള്ളിക്കാരൻ എങ്ങനെയാണ് മരിച്ചത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. പുള്ളി മരിച്ചത് എങ്ങനെയായിരുന്നു? നമ്മുടെ പോളോ കളിക്കിടെ. എന്താണ് ഈ പോളോ കളി? നമ്മുടെ കുതിരപ്പുറത്തിരുന്ന് ബോൾ തട്ടുന്നൊരു ഗെയിമാണ് അല്ലേ. അങ്ങനെ പോളോ കളിക്കിടെ കുതിരയുടെ മുകളിൽ നിന്നും താഴെ വീണാണ് ആരെന്ന് മരിച്ചത്? ഈ ഐബക്ക് മരിച്ചത് അല്ലേ. അപ്പോൾ നമുക്ക് ഐബക്ക് കളിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാനുള്ള ഒരേ ഒരു സ്പോർട്സ് ഏതാ? പോളോ ഗെയിമാണ്. നമ്മുടെ ഓപ്ഷനിൽ പോളോ ഉണ്ടോ? യെസ് ഉണ്ടല്ലേ. ഓപ്ഷൻ എ പോളോയാണ് ആൻസർ അല്ലേ. കാരണം നമ്മൾ അദ്ദേഹത്തെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യം അതാണ്. പുള്ളിക്കാരൻ മരിച്ചത് പോളോ കളിക്കിടെ കുതിരയുടെ മുകളിൽ നിന്നും താഴെ വീണാണ് ആര് മരിച്ചത്? കുത്തുബുദ്ദീൻ ഐബക്ക് മരിച്ചത് അല്ലേ. ഇപ്പോൾ പോളോ കളിക്കിടെ കൊല്ലപ്പെട്ട റൂളർ ആരെന്ന് ചോദിച്ചാൽ ആരാ? നമ്മുടെ കുത്തുബുദ്ദീൻ ഐബക്ക്. പുള്ളിയാണ് എന്ത് ഗെയിം കൊണ്ടുവന്നത്? പോളോ ഗെയിം ഇന്ത്യയിൽ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ പുള്ളി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പുള്ളിയാണ് ഡൽഹിയിലെ ആദ്യത്തെ സുൽത്താൻ അല്ലേ, ഫസ്റ്റ് സുൽത്താൻ അല്ലേ. ദ ഫൗണ്ടർ ഓഫ് വിച്ച് ഡൈനാസ്റ്റി? മാമുലുക്ക് ഡൈനാസ്റ്റി അല്ലേ. മാമുലുക്ക് വംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. മാമുലുക്ക് വംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കുത്തുബുദ്ദീൻ ഐബക്കാണ്. ഓക്കെ, ദെൻ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ഹു ആസ് ദി ഫോളോയിങ് നാഷണൽ ലീഡേഴ്സ് ഫൗണ്ടഡ് ദി ഫോർവേഡ് ബ്ലോക്ക് ഇൻ ദ ഇയർ 1939 അല്ലേ. അതായത് 1939 അല്ലേ. സംഘടന പേരാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് അല്ലേ. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഏത് നാഷണൽ ലീഡറാണ് രൂപീകരിച്ചത്? ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകൻ ആരാണ്? ആരെന്നറിയടാ? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാപകനാണ് ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രബോസ് ആണ്. നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ് ഫോർവേഡ് ബ്ലോക്ക്, ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ എന്താണ് സ്ഥാപകൻ. ഏത് വർഷം? 1939 ഇത് രൂപീകരിച്ചത്. വർഷമാണ് 1939. ഏത്? ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ആര് രൂപീകരിച്ചത്? സുഭാഷ് ചന്ദ്രബോസ്. അതിന് നമ്മുടെ കാരണം ഉണ്ടല്ലേ. കാരണം എന്താ? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അതിനു മുമ്പ് ഏത് സംഘടനയിലെ മെമ്പർഷിപ്പ് ഉള്ള ഒരാളായിരുന്നു? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ അല്ലേ. കോൺഗ്രസ്സിൽ തുടർച്ചയായി 2 വർഷങ്ങളിൽ പ്രസിഡൻ്റായ ആളാണ് ആര്? നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ്. ഏതൊക്കെ വർഷങ്ങളിൽ? 38 39 അല്ലേ. 38 ഹരിപുര സെഷനും 39 ത്രിപുരി സെഷൻ അല്ലേ. ഈ 2 സെഷനിലും നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു എന്ത്? പ്രസിഡന്റ്. അതിനുശേഷം INCയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി തുടർന്നാണ് INC വിട്ടുപോയി എന്തുണ്ടാക്കിയത്? ഫോർവേഡ് ബ്ലോക്ക് ആരുണ്ടാക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസ്. ഏത് വർഷം? 1939. വർഷം നോട്ട് ചെയ്യുക. ഈ വർഷം നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള വർഷമാണ് കേട്ടോ. ഏത് വർഷമാണ് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്? ഏത് വർഷം? 1939 രൂപീകരിച്ചത്. അതുപോലെ നമ്മുടെ
സുഭാഷ് ചന്ദ്രബോസ് ഇന്ന് സ്ഥിരമായി ചോദിക്കുന്ന 2 ബുക്കുകൾ പറഞ്ഞുതരാം. നമ്മുടെ NTPC എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. ബുക്കുകളും അത് എഴുതി വരും. സോ അതിൽ പ്രധാനമായും ചോദിക്കുന്ന 2 ബുക്കാണ്. ഒന്ന് ഇന്ത്യൻ സ്ട്രഗിൾ, ഒരു ബുക്കിൻ്റെ പേരാണ് ഇന്ത്യൻ സ്ട്രഗിൾ. രണ്ടാമത്തെ ബുക്കാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിംസ്. കേട്ടോ, 2 പ്രധാനപ്പെട്ട ബുക്കുകളാണ്. ഏതൊക്കെയാണ്? ഒന്ന് ഇന്ത്യൻ സ്ട്രഗിളും മറ്റൊന്ന് ഇന്ത്യൻ പിൽഗ്രിംസ്. ആരുടെ ബുക്കുകൾ? സുഭാഷ് ചന്ദ്രബോസിൻ്റെ 2 പ്രധാനപ്പെട്ട ബുക്കുകളാണ് കേട്ടോ. ഇന്ത്യൻ സ്ട്രഗിളും അതുപോലെ ഇന്ത്യൻ പിൽഗ്രിംസും ആരുടെ ബുക്കാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ്. ഓക്കെ, കേട്ടോ. സുഭാഷ് ചന്ദ്രബോസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ധാരാളം സുഭാഷ് ചന്ദ്രബോസിനെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ 2 ബുക്ക് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഘടന, അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണ് ഇത് ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാറ്റിൽ വാസ് ഫൗട്ട് ഇൻ ദ ഇയർ 1191? അതായത് ഒരു യുദ്ധമാണ്. നമ്മുടെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് യുദ്ധങ്ങളെന്ന് പറയുന്നത്. നമുക്ക് ധാരാളം ക്വസ്റ്റ്യൻസ് യുദ്ധങ്ങളിൽ നിന്ന് ചോദിക്കാറുണ്ട്. സോ അതിലേറ്റവും പ്രധാനമാണ് ഈ 1191. അതിൽ ഏത് യുദ്ധമാണ്? സോ നമ്മുടെ ചോദ്യമാണല്ലേ യുദ്ധം, ഏത് യുദ്ധം? നമുക്ക് 2 പാറ്റേൺ ക്വസ്റ്റ്യനുകളാണ് വരുന്നത് യുദ്ധങ്ങളിൽ നിന്നും. ഒന്ന് നമുക്ക് ചോദിക്കാൻ പോണത് വർഷമായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് അത് അല്ലേ. 2 ചോദിക്കുന്നത് ഹൂ vs ഹൂ, ആരൊക്കെ തമ്മിലാണ് ആ ഒരു യുദ്ധം നടക്കുന്നത്. ഇങ്ങനെ 2 പാറ്റേണിലാണ് നമുക്ക് എന്ത് വരാറുള്ളത്? ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഏത് യുദ്ധമെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ തന്നു അല്ലേ, 1191. സോ 1191 ഏതാടാ? അത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈന, 1ാം തറൈൻ യുദ്ധം അല്ലേ. 1ാം തറൈൻ യുദ്ധം നടന്ന വർഷം ഏത് വർഷം? 1191. 1191. ആരൊക്കെ തമ്മിലാണ് 1ാം തറൈൻ യുദ്ധം? ആരൊക്കെ തമ്മിലാടാ? പൃഥ്വിരാജ് ചൗഹാനും അല്ലേ, നമ്മുടെ രജപുത്രയിലെ പൃഥ്വിരാജ് ചൗഹാൻ vs ആരാടാ? മുഹമ്മദ് ഗോറി അല്ലേ. പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് തറൈൻ, 1ാം തറൈൻ യുദ്ധം. ആരൊക്കെ തമ്മിലാണ്? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും. ഏത് വർഷം? 1191. 1191. ഏത്? 1ാം തറൈൻ യുദ്ധം നടക്കുന്നു. ആരൊക്കെ തമ്മിൽ? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ. സോ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് കേട്ടോ 1ാം തറൈൻ യുദ്ധം. ഓക്കെ, ഇനി തൊട്ടടുത്ത വർഷം തന്നെ നമുക്കറിയാം 2ാം തറൈനുണ്ട് അല്ലേ. കാരണം 1ാം തറൈൻ യുദ്ധത്തിൽ ആര് ജയിക്കും? പൃഥ്വിരാജ് ചൗഹാൻ ജയിക്കും. പക്ഷേ പൃഥ്വിരാജ് ചൗഹാൻ ആരെ കൊല്ലൂല? മുഹമ്മദ് ഗോറിയെ കൊല്ലില്ല. അങ്ങനെ മുഹമ്മദ് ഗോറി തൊട്ടടുത്ത വർഷം ഒരിക്കൽ കൂടി വരും അല്ലേ, 1192. 2ാം തറൈൻ യുദ്ധം. 2ാം തറൈൻ വർഷമാ 1192. ആരൊക്കെ തമ്മിൽ തന്നെ? പൃഥ്വിരാജ് ചൗഹാനും മുഹമ്മദ് ഗോറിയും തമ്മിൽ കേട്ടോ. അങ്ങനെ 2 തറൈൻ യുദ്ധം, 1191ഉം 1192. ഇനി അടുത്തൊരു നമ്മുടെ ഓപ്ഷൻ നമുക്ക് ബാക്കിയുടെ നോക്കാം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, നമ്മുടെ 1ാം പാനിപ്പത്ത് യുദ്ധം അല്ലേ. 1ാം പാനിപ്പത്ത് വർഷം എടാ AD 1526 1ാം പാനിപ്പത്ത് അല്ലേ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് ഏത് വർഷമാടാ? 1526 ഏത് യുദ്ധം? ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്, 1ാം പാനിപ്പത്ത് യുദ്ധം ഏത് വർഷമാണ്? AD 1526 അല്ലേ. ആരൊക്കെ തമ്മിലാണ് 1ാം പാനിപ്പത്ത് യുദ്ധം? ആരൊക്കെ തമ്മിലാടാ 1ാം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുന്നത്? നമ്മുടെ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ അല്ലേ. ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത്. ഏത് വർഷം? 1526. അതിന് അടുത്തൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ചന്ദാവാർ എന്ന യുദ്ധം. ഇതും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്ന ഒരു യുദ്ധമാണ്. ചന്ദാവാർ AD 1194 കേട്ടോ. ഏത് വർഷമാണ്? തറയും കഴിഞ്ഞുള്ള യുദ്ധമാണ് 1194 ബാറ്റിൽ ഓഫ് ചന്ദാവാർ. ആരൊക്കെ തമ്മിലെന്ന് അറിയോ? ഇത് നമ്മുടെ മുഹമ്മദ് ഗോറി
വി എസ് ജയചന്ദ്രൻ. കേട്ടോ, ഒരു രജപുത്ര രാജാവാണ്. ഒരു രജപുത്ര രാജാവായിരുന്ന ആര്? ജയചന്ദ്രനും മുഹമ്മദ് ഗോറിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? 1194 ഏത്? ബാറ്റിൽ ഓഫ് ചന്ദാവാർ യുദ്ധം. ചന്ദാവാർ 1194. ദെൻ ബാറ്റിൽ ഓഫ് ഹൽഡിഗഡ് 1576 1576. ഏത് വർഷം? 1576 ഹൽഡിഗഡ്. ഹൽഡിഗഡ് ആരൊക്കെ തമ്മിൽ എന്നറിയോ? അക്ബർ വി എസ് മഹാറാണ പ്രതാപ്. കേട്ടാ, അക്ബറും മഹാറാണ പ്രതാപും തമ്മിലാണ് ഏത് യുദ്ധം? ഹൽഡിഗഡ് യുദ്ധം. ഏത് വർഷം? 1576 ഏത് യുദ്ധം? ഹൽഡിഗഡ് യുദ്ധം. ആരൊക്കെ തമ്മിൽ? അക്ബറും മഹാറാണ പ്രതാപും തമ്മിൽ. ഓക്കെ, സോ ഈ യുദ്ധങ്ങളെല്ലാം നമുക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി എടുത്ത് പറഞ്ഞത്. നോട്ട് ചെയ്ത് വയ്ക്കുക. NTPC എക്സാമിൻ്റെ ഏതെങ്കിലും യുദ്ധങ്ങൾക്ക് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും മസ്റ്റായിട്ടും കിട്ടുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, then അടുത്ത ദിവസം പോയല്ലോ. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് റിലീജിയസ് ആൻഡ് സോഷ്യൽ റിഫോംസ് കോൺട്രിബ്യൂട്ടഡ് ഇൻ ദ അബോളിഷൻ ഓഫ് സതി ഇൻ 1829? കേട്ടോ, 1829 1829 ഇന്ത്യയിൽ എന്ത് നിരോധിച്ചു? സതി നിരോധിച്ചു അല്ലേ? അപ്പം അതിന് വലിയൊരു പങ്ക് വഹിച്ച സോഷ്യൽ റിഫോമർ ആരെന്നാണ് ചോദ്യം. സോഷ്യൽ റിഫോമർ ആരാടാ? നമുക്കറിയാം, സതിയുടെ നിരോധത്തിന് പ്രധാന പങ്ക് വഹിച്ച ആളെന്ന് പറയുന്നത് നമ്മുടെ രാജാറാം മോഹൻ റോയ് അല്ലേ? രാജാറാം മോഹൻ റോയുടെ സഹായത്തോടു കൂടിയാണ് ഏത് വർഷം? 1829 ഇന്ത്യയിൽ എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിച്ചത്. സതി അബോളിഷ് ചെയ്ത വർഷം 1829. ആരാ? രാജാറാം മോഹൻ റോയ്. ആരാ നിരോധിച്ചത്? രാജാറാം മോഹൻ റോയ്. ഏത് വർഷം? 1829. ആര് നിരോധിക്കുന്നത്? ആരാ നിരോധിച്ചത്? അതും ചോദ്യമാണ്. ഹൂ അബോളിഷ്ഡ്? അബോളിഷ് ചെയ്ത ആളുടെ പേരാണ് വില്യം ബെൻഡിക് അല്ലേ? വില്യം ബെൻഡിക് ആണ് എന്ത് നിരോധിച്ചത്? സതി നിരോധിച്ചത് അല്ലേ? ആരാ സതി നിരോധിച്ചതെന്ന് ചോദിച്ചാൽ സതി അബോളിഷ്ഡ് ബൈ ആര്? വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് ആണ് എന്ത് നിരോധിച്ചത്? സതി നിരോധിച്ചത്. കേട്ടോ, പക്ഷേ ആരുടെ സഹായത്തോടെ? രാജാറാം മോഹൻ റോയ്. അതുപോലെ രാജാറാം മോഹൻ റോയ്ക്ക് ഒരു വലിയൊരു പങ്കെന്ന് പറഞ്ഞാൽ അതിന് സംഘടനയ്ക്ക് ഒരു പങ്കുണ്ട്. ഏത് സംഘടനയാ? ബ്രഹ്മസമാജ് അല്ലേ? നമ്മുടെ രാജാറാം മോഹൻ റോയുടെ ബ്രഹ്മസമാജ് എന്ന സംഘടന ഈ ഒരു സതി നിരോധനത്തിന് വലിയൊരു പങ്കുണ്ട് അല്ലേ? ഏത് വർഷമാണ് ബ്രഹ്മസമാജം? 1828 കൽക്കട്ട. നോട്ട് ചെയ്യുക, എക്സാമിന് നന്നായി ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ബ്രഹ്മസമാജം രൂപീകരിച്ച വർഷം ഏത് വർഷമാണ്? 1828 ബ്രഹ്മസമാജം രൂപീകരിച്ചത്. എവിടെയാ? കൽക്കട്ടയിലാണ് ബ്രഹ്മസമാജം രൂപീകരിച്ചത്. ഏത് വർഷം? 1828. നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ബ്രഹ്മസമാജം ഏത് വർഷം? 1828 കൽക്കട്ടയിൽ. തൊട്ടടുത്ത വർഷം 29 ഇന്ത്യയിൽ എന്ത് നിരോധിക്കുന്നു? സതി നിരോധിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ദ സൈനോറിറ്റീസ് ഓഫ് പൂന പാക്ട് ആർ ദി മഹാത്മാഗാന്ധി ആൻഡ് ഡാഷ്. അത് പൂന സന്ധി വർഷം 1932. 1932 പൂന സന്ധി ഗാന്ധിജിയും ആരും തമ്മിലാണ് ഒപ്പുവെച്ചതെന്നാണ് ചോദ്യം. സോ പൂന സന്ധി ഗാന്ധിജിയും നമ്മുടെ അംബേദ്കറും തമ്മിലായിരുന്നു. ആരൊക്കെ തമ്മിൽ? അംബേദ്കർ. കേട്ടോ, ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് ഏത്? പൂന പാക്ട്. ഏത് വർഷം? 1932. അതുപോലെ ഈ 1931 ഗാന്ധി ഒപ്പുവെച്ച വേറൊരു സന്ധിയുണ്ട് 1931. അതെന്തറിയോ? 1931 അതാണ് ഗാന്ധി ഇർവിൻ പാക്ട്. അതൊരു സ്ഥിരം ചോദ്യം കേട്ടോ. നമ്മുടെ ഗാന്ധിജിയും അന്നത്തെ വൈസ്രോയായ ഇർവിൻ പ്രഭുവും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ്
ഗാന്ധി ഇർവിൻ പാക്ട്. ഏത് വർഷം? 1931 കേട്ടാ. 1931 ഗാന്ധി ഇർവിൻ പാക്ട് കേട്ടാ. 32 പൂന പാക്ട്. പൂന പാക്ട് ആര് തമ്മിൽ? അത് ഗാന്ധി തന്നെ. ഗാന്ധിയും ആര്? അംബേദ്കറും തമ്മിൽ ഏത് സന്ധി? പൂന സന്ധി. 1932. 31, 32. 31 ഗാന്ധി ഇർവിൻ പാക്റ്റും 32 പൂന പാക്റ്റും. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു പാർട്ടാണ് കേട്ടോ ഈ ഗാന്ധിജിയുടെയും ഈ ഒരു 2 സന്ധികൾ. ഓക്കെ. ഇതിനടുത്ത ദിവസം പോയല്ലോ. അടുത്ത ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോയിങ് ഫോംഡ് ദി ഗദ്ദാർ പാർട്ടി ഓർഗനൈസ് എ റിബല്യൻ അഗേൻസ്റ്റ് ദി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ദ USA? അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ കേട്ടോ. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ 1913 ഡേറ്റ് ഓർത്ത് വെച്ചോ. ഏത് വർഷം? 1913 രൂപീകരിച്ച ഒരു സംഘടനയാണ് ഗദ്ദാർ പാർട്ടി കേട്ടോ. അപ്പോൾ ഏത് വർഷമാണ് ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത്? 1913. എവിടെയാണ് രൂപീകരിച്ചത്? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ. PYQ ആണ് കേട്ടോ. രണ്ടും PYQ. ഇൻ വിച്ച് ഇയർ? വേർ ഇസ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഗദ്ദാർ പാർട്ടി? സാൻ ഫ്രാൻസിസ്കോ. ഓക്കെ. ഇനി നമ്മുടെ ചോദ്യം എന്താണ്? ആരാണ് സ്ഥാപകൻ? സോ ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞത് ഓപ്ഷൻ ഡി ലാലാ ഹർദയൽ. ആരാണ്? നമ്മുടെ ലാലാ ഹർദയലാണ് ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപകൻ, ഫൗണ്ടർ എന്ന് പറയണം കേട്ടോ. ഗദ്ദാർ പാർട്ടിയുടെ ഫൗണ്ടർ ആരാണ്? ലാലാ ഹർദയൽ. ഏത് വർഷം? 1913. എവിടെയാ? അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലാണ് ഈ ഒരു സംഘടന എന്ത് ചെയ്തത്? രൂപീകരിച്ചത് കേട്ടോ. ഏത് സംഘടന? ഗദ്ദാർ പാർട്ടി. ഏത് വർഷം? 1913. ഒരു ഇമ്പോർട്ടൻറ്റ് സംഘടന കേട്ടോ. നമുക്ക് കണ്ടോ കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇങ്ങനെ സംഘടനകൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് നേരത്തെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ഒക്കെ നമ്മൾ കണ്ടതാണല്ലേ. അതായത് ഞാൻ പറഞ്ഞേ ആ പാറ്റേൺ അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. ഏതൊക്കെ സംഘടന, ആര് രൂപീകരിച്ചു, ഏത് വർഷം, എവിടെ രൂപീകരിച്ചു, അങ്ങനെ തന്നെ അത് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം. ഹൂ എമംഗ് ദ ഫോളോയിങ് സോഷ്യൽ റിഫോമർ ഓഫ് ബംഗാൾ earnestly fought for widow remarriage and girls education? ഓക്കെ. നമ്മൾ കുറച്ചു മുമ്പ് കണ്ടതാണ് നമ്മുടെ സതിയുടെ നിരോധനത്തിന് വേണ്ടി അല്ലേ, സതിയുടെ അബോളിഷ്മെൻറ്റിന് വേണ്ടി എന്താണ് ഇറങ്ങി തിരിച്ച നമ്മുടെ സോഷ്യൽ റിഫോമർ ആരായിരുന്നു? രാജാറാം മോഹൻ റോയ്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എന്താണ് ഈ സതി എന്തായിരുന്നു? നമുക്കറിയാം ഹിന്ദു മതപ്രകാരം ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിച്ചാൽ ആ സ്ത്രീ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. അങ്ങനെ 1829 ഇന്ത്യയിൽ എന്ത് നിരോധിച്ചു? സതി നിരോധിച്ചല്ലോ. അപ്പോൾ സതി നിരോധിച്ചപ്പം പിന്നെ ഹിന്ദു മതത്തിൽ എന്ത് വന്നു തുടങ്ങി? വിധവകൾ വന്നു തുടങ്ങി അല്ലേ. ആ വിധവകൾക്കൊരു പുനർവിവാഹം കഴിക്കാനുള്ള അനുമതി നൽകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീടൊരു സോഷ്യൽ റിഫോമർ ഇന്ത്യയിൽ പുറത്തു വന്നു. അയാൾ ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ അതാണ് ഓപ്ഷൻ എ ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ കേട്ടോ. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ് വിഡോ റീമാരേജിന് വേണ്ടി പ്രധാനമായും എന്ത് ചെയ്യുന്നത്? പോരാടിയ സോഷ്യൽ റിഫോമർ എന്ന് പറഞ്ഞത്. നമ്മുടെ ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് ഏത് വർഷം പാസ് ചെയ്തെന്നറിയോ? 1856 കേട്ടാ. 1856 ഹിന്ദു വിഡോ റീമാരേജ് ആക്ട് എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്ത്. ഏത് വർഷം? 1856. അപ്പോൾ ഏത് സോഷ്യൽ റിഫോമറാണ് അതിനുവേണ്ടി പോരാടിയത്? ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ആരാണ്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ്. ഓക്കെ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട സതി നിരോധിക്കാൻ കാരണം സോഷ്യൽ റിഫോമർ രാജാറാം മോഹൻ റോയും. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്താണ് ഹിന്ദു വിഡോ റീമാരേജ് ആക്ടിന് വേണ്ടി പ്രധാനമായും എന്താണ് പോരാടിയ ആളാണ് ആര്? ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ദി ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഫൗണ്ട്? ഏത് വർഷമാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ്, നമ്മുടെ സംഘടനയാണല്ലേ മുസ്ലിം ലീഗ് അല്ലേ, മുസ്ലിം ലീഗ് രൂപീകരിച്ച വർഷം എന്നറിയോടാ? 1906 ഡിസംബർ 30 കേട്ടോ. ഡേറ്റ് ഉൾപ്പെടെ പഠിക്കണം കേട്ടോ. ഏത് വർഷം? 1906 ഡിസംബർ
30. ആരാ സ്ഥാപകൻ? മുസ്ലിം ലീഗിൻ്റെ ഫൗണ്ടർ ആരാ? മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകൻ എന്ന് പറഞ്ഞാൽ 2 പേര് നമുക്ക് ഓർത്തിരിക്കാം. ഒന്ന് അഗാ ഖാൻ, 2 നവാബ് സലീമുള്ള. കേട്ടാ, ആരൊക്കെയാണ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകർ? മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകർ എന്ന് പറഞ്ഞാൽ 2 പേര്. ആരൊക്കെയാണ്? അഗാ ഖാനും നവാബ് സലീമുള്ളയും. കേട്ടോ, അഗാ ഖാനും നവാബ് സലീമുള്ളയുമാണ് എന്തിൻ്റെ സ്ഥാപകർ? മുസ്ലിം ലീഗിൻ്റെ സ്ഥാപകരെന്ന് പറയുന്നത്. ആരൊക്കെയാണ്? അഗാ ഖാനും നവാബ് സലീമുള്ളയും. ഏത് വർഷമാണ്? 1906 ഡിസംബർ 30 എന്ത് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ്. എവിടെ? ഇവിടെ എന്നറിയോ? ധാക്ക. നമ്മുടെ ബംഗ്ലാദേശിലെ ധാക്കയിലാണ് മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. ഏത് വർഷം? 1906 ഡിസംബർ 30 എന്ത് രൂപീകരിച്ചു? മുസ്ലിം ലീഗ് രൂപീകരിച്ചു. ഓക്കെ, അപ്പോൾ INC എപ്പോഴാണെന്ന് അറിയൂടാ? INC നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം ഏത് വർഷമാണ്? INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് 1885 അല്ലെ, 1885. 1885 ഈ നമ്മുടെ INC, അതും ഡിസംബറിൽ തന്നെയാണ് അല്ലേ? ഡിസംബർ 28, ഡിസംബർ 28 അല്ലേ? 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്? രൂപീകരിച്ചത്. എന്നാൽ മുസ്ലിം ലീഗ് ആകട്ടെ എന്നാ 1906 ഡിസംബർ 30 എന്ത് രൂപീകരിച്ചത്? മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. ഓക്കെ, ഫൗണ്ടർമാർക്കല്ലേ? ആരൊക്കെ ഫൗണ്ടേഴ്സ്? അഗാ ഖാനും നവാബ് സലീമുള്ളയും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം ഇത് നോട്ട് ചെയ്തല്ലോ. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് ഫൗണ്ടഡ് ദി സത്യശോധക് സമാജ് ഇൻ 1873? ഇതാ വീണ്ടും ഒരു സംഘടനയാണ് അല്ലേ? സംഘടനയുടെ പേരെന്താ? സത്യശോധക് സമാജം. സത്യശോധക് സമാജം ഏത് വർഷം? 1873 അല്ലേ? 1873 1873 രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇത് സത്യശോധക് സമാജം. അതിൻ്റെ സ്ഥാപകൻ ആരെന്നാണ് ചോദ്യം അല്ലേ? സോ അതിൻ്റെ ഫൗണ്ടർ ആരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ജ്യോതിറാവു ഭൂലെ. കേട്ടോ, ജ്യോതിറാവു ഭൂലെയാണ് സത്യശോധക് സമാജത്തിൻ്റെ സ്ഥാപകൻ. കേട്ടോ, ഏത് വർഷം? 1873 1873 ഈ ഒരു സംഘടന എന്ത് ചെയ്തത്? രൂപീകരിച്ചത്, ഫൗണ്ട് ചെയ്തത്. ആരാ സ്ഥാപകൻ? ജ്യോതിറാവു ഭൂലെ. എവിടെയാണെന്നറിയോ? പൂനെ. എവിടെയാണ്? പൂനെയിലാണ്. പൂനെയിലാണ് 1873 എന്ത് രൂപീകരിച്ചത്? സത്യശോധക് സമാജം രൂപീകരിച്ചത്. ആരാ സ്ഥാപകൻ? ജ്യോതിറാവു ഭൂലെ. നമ്മുടെ ജ്യോതിറാവു ഭൂലെയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ഗുലാംഗിരി എന്ന് പറയും. ഏതാണ്? ഗുലാംഗിരി. ആരുടെ ബുക്കാ? ജ്യോതിറാവു ഭൂലെ എഴുതിയ ഒരു പ്രധാനപ്പെട്ടൊരു ബുക്കാണ് ഏത്? ഗുലാംഗിരി. പുള്ളിയാണ് 1873 എന്ത് രൂപീകരിച്ചത്? നമ്മുടെ സത്യശോധക് സമാജം. എവിടെയാ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്? അതിൻ്റെ ഹെഡ് ഫൗണ്ട് ചെയ്ത സ്ഥലം പൂനെയിലാണ്. പൂനെയിലാണ് ഈ ഒരു സംഘടന രൂപീകരിച്ചത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെഷൻ ഓഫ് INC ഡിഡ് ഇറ്റ് ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു മോഡറേറ്റ് ആൻഡ് എക്സ്ട്രീമിസ്റ്റ്? നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സെഷനാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 വിഭാഗമായി പൊട്ടിപ്പോകും. ഏതൊക്കെ? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റ് എന്ന് പറയുന്ന 2 വിഭാഗങ്ങളായി ആര് പൊട്ടിപ്പോകും? നമ്മുടെ കോൺഗ്രസ് പാർട്ടി. ഏത് വർഷം? 1907 അല്ലേ? 1907 സെഷൻ. സെഷൻ നമ്മളിതിനെ പറഞ്ഞ എന്താണ്? സൂരറ്റ് സ്പ്ലിറ്റ് അല്ലേ? അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലേ? സൂരറ്റ് സ്പ്ലിറ്റ്. ഏത് വർഷം? 1907 1907 സൂരറ്റ് പിളർപ്പ് അല്ലേ? സെഷൻ അപ്പോൾ സൂരറ്റ് സെഷൻ. ആൻസറായി ഓപ്ഷൻ ബി അല്ലേ? 1907 സൂരറ്റ് സെഷനിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2 എന്ത് ചെയ്യും?
പൊട്ടിപ്പോകും അല്ലേ. ഏതൊക്കെ? മോഡറേറ്റ്സും എക്സ്ട്രീമിസ്റ്റും അല്ലേ. അങ്ങനെ രണ്ട് വിഭാഗം. അതിൽ അന്ന് മോഡറേറ്റ്സിൻ്റെ വിഭാഗത്തെ കേട്ടോ, മോഡറേറ്റ്സ് വിഭാഗത്തെ നയിച്ചത് ആരായിരുന്നു? നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അല്ലേ. നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു ഏതിനെ നയിച്ചത്? മോഡറേറ്റ്സ്. ആരൊക്കെയാ എക്സ്ട്രീമിസ്റ്റിനെ നയിച്ചത്? എക്സ്ട്രീമിസ്റ്റിനെ നയിച്ചത് ലാൽ ബാൽ പാൽ അല്ലേ. ആരാ? ലാൽ ബാൽ പാൽ. ആരാണ് ഈ ലാൽ ബാൽ പാൽ? ലാൽ ആരാ? ലാല്. ലാല് നമ്മുടെ ലാല ലജ്പത് റായ് അല്ലേ. ലാലാ ലജ്പത് റായ്. ആരാ? ബാല്. ബാൽ നമ്മുടെ ബാൽ ഗംഗാധർ തിലക് അല്ലേ. നമ്മുടെ ബാലഗംഗാധർ തിലക്. പാൽ ആരാ? പാൽ ബിപിൻ ചന്ദ്ര പാൽ അല്ലേ. ബിപിൻ ചന്ദ്ര പാൽ ആണ് ലാൽ ബാൽ പാൽ അല്ലേ. എക്സ്ട്രീമിസ്റ്റിന്റെ വിഭാഗത്തെ നയിച്ചവർ ആരാണ്? ലാൽ ബാൽ പാൽ. ലാലാ ലജ്പത് റായ്, ബാലഗംഗാധർ തിലക്, ബിപിൻ ചന്ദ്രപാൽ. അവർ 3 പേരുമാണ് എന്തിനെ നയിച്ചത്? എക്സ്ട്രീമിസ്റ്റ് വിഭാഗത്തെ. മോഡറേറ്റ് വിഭാഗത്തെ നയിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. അപ്പോൾ ഏത് സെഷനാ? 1907 സൂരറ്റ് സെഷൻ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി സൂരറ്റ് ആണ്. അപ്പോൾ ഈ സെഷൻ്റെ പ്രസിഡന്റ് ആരെന്നറിയോ? ഈ സൂരറ്റ് സെഷൻ്റെ INC പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു കേട്ടാ. ഈ സെഷൻ്റെ പ്രസിഡന്റ് ആരാണ്? റാഷ് ബിഹാരി ഘോഷ. റാഷ് ബിഹാരി ഘോഷാണ് ഈ ഒരു സെഷൻ്റെ എന്താണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തോട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് എസ്റ്റാബ്ലിഷ്ഡ് ദി ഖിൽജി ഡൈനാസ്റ്റി? ആരാണ് ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ? നമുക്കറിയാം നമ്മുടെ ഡൽഹി സുൽത്താനേറ്റിലെ 5 വംശങ്ങളാണ് അല്ലേ. ആരൊക്കെ? സ്ലേവ് മാമുലുക്ക് ഡൈനാസ്റ്റി, സെക്കൻഡ് ഖിൽജി ഡൈനാസ്റ്റി, തേർഡ് തുഗ്ലക് ഡൈനാസ്റ്റി, ഫോർത്ത് സെയ്ദ് ഡൈനാസ്റ്റി, ഫിഫ്ത്ത് ആരാ? ലോധി ഡൈനാസ്റ്റി. ഇങ്ങനെ 5 വംശം. നമ്മൾ ഈ 5 വംശത്തിൻ്റെയും കൃത്യമായി എന്ത് പഠിച്ചിരിക്കണം? ഫൗണ്ടേഴ്സ് പഠിച്ചിരിക്കണം. നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതാണ് അല്ലേ. അതിൽ ആരാണ് ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ഏത് ഖിൽജിയാടാ ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ? ഓപ്ഷൻ സി ജലാലുദ്ദീൻ ഖിൽജിയാണ് അല്ലേ. നമ്മുടെ ജലാലുദ്ദീൻ ഖിൽജിയാണ് ഏത് വംശത്തിൻ്റെ സ്ഥാപകൻ? ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ കേട്ടോ. ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി കേട്ടോ. ദ ഫൗണ്ടർ ഓഫ് ഖിൽജി ഡൈനാസ്റ്റി ആരാണ്? ജലാലുദ്ദീൻ ഖിൽജി ആണ്. സോ ആൻസർ ഓപ്ഷൻ സി ജലാലുദ്ദീൻ ഖിൽജി ആണ്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹൂ എമംഗ് ദ ഫോളോയിങ് സുൽത്താൻ ഓഫ് ഡൽഹി? വീണ്ടും ഡൽഹി സുൽത്താൻ എന്ന ചോദ്യമാണ് അല്ലേ. അഡോപ്റ്റഡ് ദ പോളിസി ബ്ലഡ് ആൻഡ് അയൺ പോളിസി. ഇത് കഴിഞ്ഞ വർഷം തന്നെ ഇത് RPF ചോദിച്ച ചോദ്യം കേട്ടോ. ഈ ചോദ്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ കണ്ട ചോദ്യങ്ങളെല്ലാം ഒട്ടുമിക്ക എല്ലാം RPF എക്സാമിന് ഇപ്പം കഴിഞ്ഞ RPF ചോദിച്ചതാണ്. പക്ഷേ ഈ സെയിം ചോദ്യം കഴിഞ്ഞ വർഷത്തെ SSCയുടെ CGL-നും ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ടയർ 1 ചോദിച്ച ചോദ്യമാണ്. ഏത് ഡൽഹി സുൽത്താൻ്റെ പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത് കേട്ടോ. ബ്ലഡ് ആൻഡ് അയൺ പോളിസി അത് നമ്മുടെ ഉല്ലൂഖ് ഖാൻ എന്നറിയപ്പെടുന്ന നമ്മുടെ ഗിയാസുദ്ദീൻ ബാൽബൻ്റെ പോളിസിയാണ്. പുള്ളി കൊണ്ടുവന്നൊരു പോളിസിയാണ് കേട്ടോ. ഗിയാസുദ്ദീൻ ബാൽബൻ കൊണ്ടുവന്നൊരു പ്രധാനപ്പെട്ട ഒരു പോളിസിയാണ് ഏത്? ബ്ലഡ് ആൻഡ് അയൺ പോളിസി കേട്ടോ. ബ്ലഡ് ആൻഡ് അയൺ പോളിസി ആരുടെ പോളിസിയാ? ഗിയാസുദ്ദീൻ ബാൽബൻ്റെ പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത്. ആരുടെയാണ്? ഗിയാസുദ്ദീൻ ബാൽബൻ്റെ പോളിസി. ഗിയാസുദ്ദീൻ ബാൽബൻ്റെ പോളിസിയാണ് ബ്ലഡ് ആൻഡ് അയൺ പോളിസി. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് ഏത്? ബ്ലഡ് ആൻഡ് അയൺ പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോയിങ് വാസ് ദി ഒറിജിനൽ നെയിം ഓഫ് ഷേർഷാ സൂരി? നമ്മുടെ സൂർ വംശത്തിൻ്റെ ഫൗണ്ടറാണ് അല്ലേ. ദ ഫൗണ്ടർ ഓഫ് സൂർ ഡൈനാസ്റ്റി അല്ലേ. ആര്? ഷേർഷാ സൂരി. പുള്ളിക്കാരൻ്റെ യഥാർത്ഥ പേര് എന്തെന്നാണ് നമ്മുടെ ചോദ്യം. സോ നോക്കടാ, ഇതിലിപ്പം കണ്ടാവോ ഒരു പേര് നമ്മൾ കുറച്ചും പഠിച്ചതാണ്, ഉല്ലൂഖ് ഖാൻ. ആരായിരുന്നു ഉല്ലൂഖ് ഖാൻ? നമ്മൾ കുറച്ചും പഠിച്ചതാണ്. ബാൽബൻ്റെ പേരാണ് ഉല്ലൂഖ് ഖാൻ അല്ലേ. അപ്പോൾ എന്തായാലും ഉല്ലൂഖ് ഖാൻ അല്ല. പിന്നെ ഓപ്ഷൻ എ ജുനാ ഖാൻ. ആരെന്നറിയോ ഈ ജുനാ ഖാൻ? ജുനാ ഖാൻ നമ്മുടെ
മുഹമ്മദ് ബിൻ തുഗ്ലക് കേട്ടോ. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ പേരാണ് ജുനാഖ് ഖാൻ കേട്ടോ. ആരാണ് ജുനാഖ് ഖാൻ? നമ്മുടെ തുഗ്ലക് ഡൈനാസ്റ്റിയിലെ മുഹമ്മദ് ബിൻ തുഗ്ലക്. ദെൻ തേർഡ് വൺ ഫരീദ് ഖാൻ. ആരാന്നറിയോ? ഫരീദ് ഖാൻ. ഫരീദ് ഖാനാണ് നമ്മുടെ ആള്. ആര്? ഷെർഷാ സൂരി കേട്ടോ. ഷെർഷാ സൂരിയുടെ യഥാർത്ഥ പേരാണ് ഫരീദ് ഖാൻ. സോ ഓപ്ഷൻ സി ആണ് ഉത്തരം. ആരാണ്? ഷെർഷാ സൂരി അഥവാ ഫരീദ് ഖാൻ. ഇനി ആരാണ് ഈ അലി ഗർഷാപ്പ് എന്നറിയോ? അലി ഗർഷാപ്പ്. അലി ഗർഷാപ്പ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയ. അലാവുദ്ദീൻ ഖിൽജിയുടെ യഥാർത്ഥ പേരാണ് എന്ത്? അലി ഗർഷാപ്പ് കേട്ടാ. അലി ഗർഷാപ്പ് കേട്ടാ. സോ ഈ 3 പേരൊന്ന് നോട്ട് ചെയ്യണേ, കാരണം 3 ഖാൻമാരാ അല്ലേ? ജുനാഖ് ഖാൻ, ഉല്ലൂഖ് ഖാൻ, ഫരീദ് ഖാൻ. ആരാ ജുനാഖ് ഖാൻ? മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ് ജുനാഖ് ഖാൻ. ആരാ ഉല്ലൂഖ് ഖാൻ? ബാൽബനാണ് ഉല്ലൂഖ് ഖാൻ. ദെൻ ആരാ? ഫരീദ് ഖാൻ. ഷെർഷാ സൂരിയാണ് ഫരീദ് ഖാൻ കേട്ടാ. സൂർ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ. അതുപോലെ സൂർ ഡൈനാസ്റ്റി ക്യാപിറ്റൽ എവിടെയെന്നറിയോ? ബീഹാറിലെ സസാരം എന്ന സ്ഥലമാണ് സൂർ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ കേട്ടോ. സൂർ വംശത്തിൻ്റെ തലസ്ഥാനം എവിടെയാണ്? ബീഹാറിലെ സസാരമാണ്. ബീഹാറിലെ സസാരം എന്ന സ്ഥലമാണ് സൂർ ഡൈനാസ്റ്റിയുടെ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹു ഈസ് നൗൺ ആസ് യവനരാജ്യ സ്തപനചാര്യ? യവനരാജ്യ സ്തപനചാര്യ എന്നറിയപ്പെടുന്നത് ഏത് ഇന്ത്യൻ റൂളറാണ്? നമ്മുടെ കൃഷ്ണദേവരയ്യ കേട്ടോ. പുള്ളിക്കാരന് കിട്ടിയ ഒരു നിക് നെയിമാണ് കേട്ടോ. നമ്മുടെ കൃഷ്ണദേവരുടെ ഒരു പേരാണെന്ത്? യവനരാജ്യ സ്തപനചാര്യ എന്നറിയപ്പെടുന്നത്. ആരാണ്? നമ്മുടെ കൃഷ്ണദേവരയ്യ. ഏത് ഡൈനാസ്റ്റി? വിജയനഗരം അല്ലേ? നമ്മുടെ വിജയനഗരത്തിലെ ഏറ്റവും ഫേമസ് ആയ രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ അല്ലേ? ഈയിടയ്ക്ക് തന്നെ ഒരു എക്സാം വെച്ചാണ് കൃഷ്ണദേവരയ്യ വിജയനഗരത്തിൽ തന്നെ ഏത് വംശത്തിലെ രാജാവാണ്? കാരണം ഈ വിജയനഗരം ഭരിച്ചത് 4 വംശത്തിലെ രാജാക്കന്മാരാണ്. ആരൊക്കെയെന്നറിയോ വിജയനഗരം ഭരിച്ചത്? സംഗമ ഡൈനാസ്റ്റി, സാലുവ ഡൈനാസ്റ്റി, ദെൻ തുളുവ ഡൈനാസ്റ്റി, അറ്റ് ലാസ്റ്റ് അരവിഡു ഡൈനാസ്റ്റി. ഇങ്ങനെ 4 വംശത്തിലുള്ളവരാണ് വിജയനഗരം ഭരിച്ചത്. ആരൊക്കെയാണ്? സംഗമ, സാലുവ, തുളുവ, അരവിഡു. ഇങ്ങനെ 4 വംശം. ഇതിൽ ഏത് വംശത്തിലാണ് കൃഷ്ണദേവരയ്യ വരുന്നത്? കൃഷ്ണദേവരയ്യ ഏത് വംശം എന്നറിയോ? കൃഷ്ണദേവരയ്യ ബിലോങ്സ് ടു തുളുവ കേട്ടോ. തുളുവ വംശത്തിലെ ഒരു രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ കേട്ടോ. ഹി ബിലോങ്സ് ടു വിച്ച് ഡൈനാസ്റ്റി? തുളുവ ഡൈനാസ്റ്റി. ഒരു തുളുവ വംശത്തിലെ രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ കേട്ടോ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയ ഒരു കോർട്ട് ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ? കൃഷ്ണരുടെ കോർട്ടിൻ്റെ പേര് അതാണ് അഷ്ടദിഗജങ്ങൾ എന്ന് പറയും. എന്താണ്? അഷ്ടദിഗജങ്ങൾ. അഷ്ട മീൻസ് എന്താ? 8 പേര്. 8 പേരടങ്ങുന്ന അഷ്ടദിഗജങ്ങൾ. ആരുടെ കോർട്ടെന്ന് ചോദിച്ചാൽ ആരുടെ കോർട്ടാ? കൃഷ്ണദേവരയ്യരുടെ കോർട്ടിൻ്റെ പേരാ. എന്താണ്? അഷ്ടദിഗജങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ദ കോർട്ട് ഓഫ് കൃഷ്ണദേവരയ്യ എന്താണ്? അഷ്ടദിഗജങ്ങൾ കേട്ടോ. അപ്പോൾ ഡൈനാസ്റ്റി അദ്ദേഹം വിജയനഗരത്തിലെ തുളുവ വംശത്തിലെ രാജാവാണ് ആര്? നമ്മുടെ കൃഷ്ണദേവരയ്യ. ഓക്കെ, പുള്ളിക്കാരൻ്റെ ഒരു പേരാണ് യവനരാജ്യ സ്തപനചാര്യ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിൽ പോയാലോ? അടുത്ത ചോദ്യം, ഡ്യൂറിങ് ഡൽഹി സുൽത്താനേറ്റ് പീരീഡ് ഹൂ ബ്രോട്ട് ദി ക്യാപിറ്റൽ ബാക്ക് ഫ്രം ലാഹോർ ടു ഡൽഹി? അതായത് നമ്മുടെ വീണ്ടും ചാപ്റ്ററിൽ നിന്നാണ് ഡൽഹി സുൽത്താനേറ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡൽഹി സുൽത്താന്മാരുടെ കാലഘട്ടത്തിൽ ഏത് റൂളറാണ് ക്യാപിറ്റലിനെ ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് കൊണ്ടുവന്നത്? ലാഹോറിൽ നിന്നും ഡൽഹിയിലേക്ക് ക്യാപിറ്റലിനെ കൊണ്ടുവന്നത് ആരെന്നാണ് ചോദ്യം. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൽഹി സുൽത്താനേറ്റിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു അല്ലേ? ആദ്യത്തെ ക്യാപിറ്റൽ, ഫസ്റ്റ് ക്യാപിറ്റൽ എവിടെയായിരുന്നു? ലാഹോർ ആയിരുന്നു. ആരുടെ ക്യാപിറ്റലായിരുന്നു ഈ ലാഹോർ? നമ്മുടെ ഐബക്കിൻ്റെ അല്ലേ? കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ക്യാപിറ്റലായിരുന്നു ഏത്? ഈ ലാഹോർ. പിന്നീട് വന്ന റൂളറാണ് ഈ ക്യാപിറ്റലിനെ എവിടേക്ക് കൊണ്ടുപോയത്? ഡൽഹിയിലേക്ക് കൊണ്ടുപോയത്. അത് ആരാ കൊണ്ടുപോയത്? നമ്മുടെ ചോദ്യം. സോ ആരാ കൊണ്ടുപോയത്? അത് കൊണ്ടുപോയത് എൽത്തുമിഷാണ്.
അല്ലേടാ? ഇൽത്തുമിഷാണ് ലാഹോറിൽ നിന്നും തലസ്ഥാനത്ത് എവിടെ കൊണ്ടുപോകുന്നത്? ഡൽഹിയിലേക്ക്. സോ ഓപ്ഷനിലുണ്ടോ ഇൽത്തുമിഷ്? യെസ്, ഓപ്ഷൻ ബി ഇൽത്തുമിഷ്. ഇൽത്തുമിഷാണ് തലസ്ഥാനത്തെ ലാഹോറിൽ നിന്നും എവിടേക്ക്? ഡൽഹിയിലേക്ക് എന്ത് ചെയ്തത്? ഷിഫ്റ്റ് ചെയ്തത് അല്ലേ? പിന്നെ ഡൽഹിയിൽ നിന്ന് വേറെയും ക്യാപിറ്റൽ വന്നിട്ടുണ്ടല്ലേ? പിൻകാലത്ത് ഒരാൾ ഡൽഹിയിൽ നിന്ന് തന്നെ വീണ്ടും താഴോട്ട് കൊണ്ടുപോയി അല്ലേ? എവിടേക്ക്? ദൗലത്താബാദ് എന്ന സ്ഥലത്തേക്ക് അല്ലേ? ദൗലത്താബാദ്, അതായത് ദേവഗിരി. ദൗലത്താബാദിൻ്റെ വേറൊരു പേരാണ് ദേവഗിരി. ആരാ ദേവഗിരിയിലേക്ക് ക്യാപിറ്റലിനെ കൊണ്ടുപോയത്? നമ്മുടെ മുഹമ്മദ് ബിൻ തുഗ്ലക്ക് അല്ലേ? മുഹമ്മദ് ബിൻ തുഗ്ലക്ക് എന്ത് ചെയ്തു? ക്യാപിറ്റലിനെ ഈ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ അതേ തുഗ്ലക്കിനെ തിരിച്ച് എവിടെ തന്നെ കൊണ്ടുവച്ചു? ദേവഗിരിയിൽ നിന്ന് ഡൽഹി. അയാളെ തന്നെ വീണ്ടും തിരിച്ചവിടെ കൊണ്ടുവച്ചു, ഡൽഹി വെച്ചു. അറ്റ് ലാസ്റ്റ്, ഏറ്റവും അവസാനം ഒരിക്കൽ കൂടി ക്യാപിറ്റൽ മാറി അല്ലേ? ഡൽഹിയിൽ നിന്നും ഏറ്റവും ലാസ്റ്റ് എവിടേക്ക് മാറി? ഏറ്റവും ലാസ്റ്റ് ഡൽഹിയിൽ നിന്ന് വീണ്ടും ആഗ്രയിലേക്ക് മാറി. ഇതാണ് അവസാനത്തെ ക്യാപിറ്റൽ. ഡൽഹി സുൽത്താൻമാരുടെ ലാസ്റ്റ് ക്യാപിറ്റൽ എവിടെയായിരുന്നു? ആഗ്ര. ആരാ ആഗ്രയിലേക്ക് മാറ്റിയത്? സിക്കന്ദർ ലോധി അല്ലേ? ലോധി വംശത്തിലെ സുൽത്താൻ സിക്കന്ദർ ലോധിയാണ് ആഗ്ര സിറ്റി കെട്ടി ആഗ്രയിലേക്ക് ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റലിനെ ഷിഫ്റ്റ് ചെയ്തത് അല്ലേ? അപ്പം 4 സ്ഥലം ക്യാപിറ്റൽ ആയിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ സ്ഥലങ്ങളാണ് 4 സ്ഥലങ്ങൾ ക്യാപിറ്റൽ ആയത്? 1 ലാഹോർ, 2 ഡൽഹി, 3 ദേവഗിരി അഥവാ ദൗലത്താബാദ്. അറ്റ് ലാസ്റ്റ് 4ാമത്തെ സ്ഥലമാണ് ഏത്? ആഗ്ര. അങ്ങനെ 4 സ്ഥലമാണ് ഡൽഹി സുൽത്താൻമാരുടെ ക്യാപിറ്റൽ ആയിട്ടുള്ളത്. അടുത്ത ദിവസത്തോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, അങ്കോവാർ ടെമ്പിൾ വിച്ച് ഈസ് ഡെഡിക്കേറ്റഡ് ടു ദ ഗോഡ് വിഷ്ണു വാസ് ബിൽഡ് ബൈ വിച്ച് കിങ് ഓഫ് കംബോഡിയ? കംബോഡിയയിലിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഏത്? ഈ അങ്കോർ വാട്ട്. എന്താണ് അങ്കോർ വാട്ടിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ, അങ്കോർ വാട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ടെമ്പിളാണ് ഏത്? അങ്കോർ വാട്ട്. എവിടെ ഇരിക്കുന്നു? കംബോഡിയയിൽ. അത് കെട്ടിയ രാജാവാര്? സോ ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്ത് ക്ഷേത്രമാണ്? അതൊരു വിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ. അങ്കോർ വാട്ട് ഒരു വിഷ്ണു ടെമ്പിളാണ്. അത് കെട്ടിയത് ഖെമർ എന്ന് പറയുന്ന ഡൈനാസ്റ്റിയിൽ കേട്ടോ. ഖെമർ വംശത്തിൽ, ഖെമർ എന്ന് പറഞ്ഞ വംശത്തിലെ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന് പറയുന്ന രാജാവാണ് അത് കെട്ടിയത് കേട്ടോ. അങ്കോർ വാട്ട് ക്ഷേത്രം കെട്ടിയത് ആരാണ്? സൂര്യവർമ്മൻ രണ്ടാമൻ. സൂര്യവർമ്മൻ രണ്ടാമനാണ് ക്ഷേത്രം കെട്ടിയത്? അങ്കോർ വാട്ട് എന്ന് പറയുന്ന ആ ടെമ്പിൾ കെട്ടിയത് കേട്ടോ. ഖെമർ ഡൈനാസ്റ്റി കേട്ടോ. ഖെമർ വംശത്തിലെ റൂളറായിരുന്ന ആര്? സൂര്യവർമ്മ രണ്ടാമൻ. പുള്ളിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ അങ്കോർ വാട്ട് കെട്ടിയത്. എവിടെയായിരിക്കും അങ്കോർ വാട്ട്? കംബോഡിയയിലാണ് അങ്കോർ വാട്ട് ക്ഷേത്രം എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. അവിടെ ആരാ കെട്ടിയത്? സൂര്യവർമ്മൻ രണ്ടാമൻ. സൂര്യവർമ്മ രണ്ടാമനാണ് ആ ഒരു ക്ഷേത്രം എന്ത് ചെയ്തിരിക്കുന്നത്? ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ 1309 ഹൂ ഇൻവേഡ് ദി കാകതീയ ഡൈനാസ്റ്റി? നമ്മുടെ ഇന്നത്തെ തെലുങ്കാന റീജിയനിലുള്ളൊരു വംശമാണ് ആര്? കാകതീയ വംശം. ആ വംശം ആക്രമിച്ചത് ആര്? അത് വർഷം തന്നിട്ടുണ്ട്. ഏത് വർഷം? 1309. എടാ, നമ്മുടെ ഡൽഹി സുൽത്താനായ നമ്മുടെ അലാവുദ്ദീൻ ഖിൽജിയാണ് സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്ന ആദ്യത്തെ ഡൽഹി സുൽത്താൻ. പുള്ളിക്കാരനല്ലേ? പുള്ളിക്കാരൻ ആദ്യം സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരൻ ആദ്യമായി സൗത്ത് ഇന്ത്യ അറ്റാക്ക് ചെയ്ത വർഷം AD 1307 ഏത് വർഷം? 1307. അന്ന് പുള്ളി അറ്റാക്ക് ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് ദേവഗിരി എന്ന് പറയും. ഈ സ്ഥലമാണ് ദേവഗിരി. ദേവഗിരി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് യാദവ എന്ന് പറയുന്ന ഒരു ഹിന്ദു ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലായിരുന്നു. ആരുടെയായിരുന്നു? യാദവ ഡൈനാസ്റ്റി. യാദവ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റലായിരുന്നു ഏത്? ദേവഗിരി കേട്ടാ. ഇതാര് പിടിച്ചെടുത്തു? അലാവുദ്ദീൻ ഖിൽജി. ഏത് വർഷം? 1307. നമ്മുടെ ക്വസ്റ്റ്യൻ 307 അല്ല, 309 ആണല്ലേ. ദെൻ 2 വർഷങ്ങൾ കഴിഞ്ഞ് 1309 അലാവുദ്ദീൻ ഖിൽജി വാറങ്കൽ എന്നൊരു സ്ഥലം പിടിച്ചെടുത്തു. വാറങ്കൽ 309 വാറങ്കൽ. ഈ വാറങ്കൽ എന്ന് പറയുന്നത് ആരുടെ ക്യാപിറ്റലായി വരുന്നതാ? കാകതീയ ഡൈനാസ്റ്റി. ഈ കാകതീയ ഡൈനാസ്റ്റിയുടെ ക്യാപിറ്റൽ കൂടിയാണ് ഏത്? ഈ വാറങ്കൽ. വർഷം കറക്റ്റാണ് 1309 അല്ലേ? പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ആരില്ല? അലാവുദ്ദീൻ ഖിൽജി ഉണ്ടോ? ഇല്ല. ഇത് ആരാക്രമിച്ചത് നമ്മൾ പറഞ്ഞത്? അലാവുദ്ദീൻ ഖിൽജി. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ ആരില്ല? അലാവുദ്ദീൻ ഖിൽജി ഇല്ല. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടാകും നോക്ക്. വേറെ ആരെങ്കിലും? യെസ്, ഓപ്ഷൻ ഡി, മാലിക് കഫൂർ. ആരാണ് ഈ മാലിക് കഫൂർ?
അലാവുദ്ദീൻ ഖിൽജിയുടെ സൈനിക തലവൻ മമാലിക് അല്ലേ, അലാവുദ്ദീൻ്റെ മമാലിക്കാണ് അല്ലേ സൈനിക തലവൻ, കഫൂർ, മാലിക് കഫൂർ അല്ലേ. അപ്പം ഒരു യുദ്ധം ഒരു രാജാവ് ചെയ്യുമ്പോൾ അയാളുടെ കൂടെ ആര് കാണും? രാജാവിൻ്റെ സൈനിക തലവൻ കാണും അല്ലേ. സോ ദേവഗിരിയും വാറങ്കലൊക്കെ പിടിച്ചെടുത്ത സൈനിക തലവനാണ് ആര്? മാലിക് കഫൂർ. ആരുടെ കൂടെ? അലാവുദ്ദീൻ ഖിൽജിയുടെ കൂടെ. ഏത് വർഷം? 1309 അല്ലേ. അപ്പോൾ 307 ഏത് ദേവഗിരി പിടിച്ചെടുക്കുന്നു, 309 ഏത് പിടിച്ചെടുക്കുന്നു? വാറങ്കൽ പിടിച്ചെടുക്കുന്നു. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് പ്ലേസസ് വാസ് മെയ്ഡ് ദി ക്യാപിറ്റൽ ഓഫ് ദി രാഷ്ട്രകൂടാസ് ബൈ ദന്തി ദുർഗ? ഓക്കെ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റി ആയിരുന്നു രാഷ്ട്രകൂട ഡൈനാസ്റ്റി, രാഷ്ട്രകൂടക്കാർ അല്ലേ. നമ്മുടെ ചാലുക്യന്മാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അല്ലേ, ചാലുക്യയിലെ ലാസ്റ്റ് റൂളർ, ചാലുക്യാസിലെ അവസാനത്തെ റൂളറായിരുന്നു കീർത്തിവർമ്മൻ രണ്ടാമൻ എന്ന് പറയും. കീർത്തിവർമ്മ രണ്ടാമൻ. ഈ കീർത്തിവർമ്മ രണ്ടാമൻ്റെ ജനറലായിരുന്നു ആര്? ഈ ദന്തി ദുർഗ എന്ന് പറയുന്നത്. ഈ ദന്തി ദുർഗ ആരെ കൊല്ലും? കീർത്തിവർമ്മനെ കൊന്ന്, കീർത്തിവർമ്മ രണ്ടാമനെ കൊന്നാണ് ചാലുക്യന്മാരുടെ പ്രദേശം എന്ത് ചെയ്യുന്നത്? പിടിച്ചെടുത്തത് കേട്ടോ. ആര്? ദന്തി ദുർഗ. അങ്ങനെ ദന്തി ദുർഗ ഉണ്ടാക്കിയ ആളുടെ വംശമാണ് ആര്? രാഷ്ട്രകൂട ഡൈനാസ്റ്റി കേട്ടോ. അപ്പോൾ ആരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് രാഷ്ട്രകൂടക്കാർ പറഞ്ഞത്? ചാലുക്യന്മാരെ ചാലുക്യയിലെ ലാസ്റ്റ് റൂളർ ആര്? കീർത്തിവർമ്മ രണ്ടാമനെ ആര് തോപ്പിച്ച തോപ്പിച്ചത് അയാളുടെ മന്ത്രി, അയാളുടെ ജനറലാണ് ആര്? ദന്തി ദുർഗ. നമ്മുടെ ചോദ്യം അവരുടെ ക്യാപിറ്റൽ എവിടെയെന്നാണ്. സോ രാഷ്ട്രകൂടാസിൻ്റെ ക്യാപിറ്റൽ പറഞ്ഞത് ഓപ്ഷൻ സി മാന്യഗഡ് എന്നൊരു സ്ഥലമാണ്. എവിടെയാണ്? മാന്യഗഡ് കേട്ടോ. മാന്യഗഡാണ് ആരുടെ ക്യാപിറ്റൽ? രാഷ്ട്രകൂടാസിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് കേട്ടോ. രാഷ്ട്രകൂട ക്യാപിറ്റൽ എവിടെയാണ് വരുന്നത്? മാന്യഗഡ്. ഓപ്ഷൻ സി മാന്യഗഡ്. ഇനി ഈ ഓപ്ഷൻ കിടക്കുന്ന ബാക്കി സ്ഥലങ്ങളും വളരെ പ്രധാനപ്പെട്ട ക്യാപിറ്റൽസ് ആണ് അല്ലേ. ഇപ്പം കാഞ്ചീപുരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആരുടെ ക്യാപിറ്റലാ? പല്ലവാസിൻ്റെ. പല്ലവരുടെ ക്യാപിറ്റലാണ് ഏത്? കാഞ്ചീപുരം കേട്ടോ. പല്ലവാസിൻ്റെ ക്യാപിറ്റൽ ഏതാണ്? കാഞ്ചീപുരം. അതുപോലെ കനൂജ്, കനൂജും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ വർദ്ധന അല്ലേ, ഹർഷവർദ്ധൻ്റെ ക്യാപിറ്റലാണ് ഏത്? കനൂജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വാട്ട് വാസ് ദി റോൾ ഓഫ് നായകാസ് അണ്ടർ ദി അമരനായക സിസ്റ്റം ഓഫ് വിജയനഗര അഡ്മിനിസ്ട്രേഷൻ? നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു പാർട്ടാണ് അമരനായക എന്ന് പറയും കേട്ടോ. അമരനായക എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെയിൻ, അതായത് അവിടുത്തെ ആർമിയാണ് കേട്ടോ. ആർമി കമാൻഡേഴ്സിൻ്റെ ഒരു പാർട്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? അമരനായക. അതിൽ നായകാസിൻ്റെ റോൾ എന്തെന്നാണ് നമ്മുടെ ചോദ്യം. നായകാസ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആർമി ചീഫുകളാണ് കേട്ടോ. ആർമി ചീഫിനെ വിളിക്കുന്ന പേരാണെന്ത്? ഈ നായകാസ് എന്ന് പറയുന്നത്. സോ ഈ ഓപ്ഷനിൽ നമുക്ക് ആൻസറായിട്ട് വരുന്നത് ആർമി കമാൻഡർ അല്ലേ. ആർമി ചീഫ് എന്ന് പറയുമ്പോൾ ആർമി കമാൻഡർ. പക്ഷേ ഇവരുടെ ഒരു റൂളായിട്ട് വരുന്നുണ്ട് റവന്യൂ കളക്ഷൻ. അതിൽ ഇവർ തന്നെ, ഈ ആർമി ചീഫുകൾ തന്നെയാണ് അവിടുത്തെ ലാൻഡ് ടാക്സ് ഒക്കെ കളക്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ആൻസറായിട്ട് വന്നത് ആർമി കമാൻഡർ ആയിരുന്നു കേട്ടോ. സോ ആർമി ചീഫുകളെയാണ് നായകാസ് എന്ന് പറയുന്നത്. സോ അത് നോട്ട് ചെയ്യണം. അമരനായക എവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ എന്ന് ചോദിച്ചാൽ എവിടത്തെയാണ്? വിജയനഗരത്തെ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായി പറഞ്ഞ ഒരു പാർട്ടാണ് ഏത്? അമരനായക. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ദ തേർഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ദി മറാത്ത എംപയർ ആൻഡ് ഡാഷ് എന്ന. സോ ഏത് വർഷമാണ് മൂന്നാം പാനിപ്പത്ത് വരുന്നത്? 1761 അല്ലേ. നമ്മുടെ 1761 മൂന്നാം പാനിപ്പത്ത് യുദ്ധം വരുന്നത്. അത് ആരൊക്കെ തമ്മിലെന്നാണ് അല്ലേ? അത് മറാത്തയും ആരും തമ്മിലെന്നറിയോ? മറാത്തയും ഡുറാനികളും തമ്മിലായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഒരു ഡൈനാസ്റ്റി ആയിരുന്നു ഡുറാനി. അവിടുത്തെ അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലായിരുന്നു ആ ഒരു യുദ്ധം കേട്ടോ. ആരൊക്കെ തമ്മിൽ? മറാത്തയും അഹമ്മദ് ഷാ അബ്ദാലിയും തമ്മിലായിരുന്നു ഏത് യുദ്ധം? തേർഡ് പാനിപ്പത്ത്. ഏത് വർഷം? 1761. സോ വർഷം നോട്ട് ചെയ്യണം കേട്ടോ. അടുത്ത് ചോദിക്കാൻ പോണത് അതായിരിക്കും. മൂന്നാം പാനിപ്പത്ത് ഏത് വർഷം? 1761. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഈ ഡുറാനിയുടെ രാജാവ് ആര്? അഹമ്മദ് ഷാ അബ്ദാലി. അഹമ്മദ് ഷാ അബ്ദാലി ആയിരുന്നു ആ സമയത്തെ റൂളർ. ഈ ഡൈനാസ്റ്റി ഡുറാനി വംശം. ഏത് വംശമാണ്? ഡുറാനി. ഏത് വർഷം? 1760. അതുപോലെ
ഈ സമയത്തെ നമുക്കറിയാം ഒന്നാം പാനിപ്പത്തും രണ്ടാം പാനിപ്പത്തും മുഗൾസാണ് ചെയ്തത് അല്ലേ? നമുക്കറിയാം ഫസ്റ്റ് പാനിപ്പത്ത് നമ്മൾ നേരത്തെ കണ്ടതാണ് 1526 ബാബർ ചെയ്ത യുദ്ധം. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഫസ്റ്റ് പാനിപ്പത്ത്. രണ്ടാമത്തെ പാനിപ്പത്ത് 56-ലായിരുന്നു, 30 വർഷം കഴിഞ്ഞ്. അതാരാ ചെയ്ത? അക്ബറാണ്. അക്ബർ വി എസ് ഹെമു അല്ലേ? അക്ബറും ഹെമുവും തമ്മിൽ രണ്ടാം പാനിപ്പത്ത്. പക്ഷെ മൂന്നാം പാനിപ്പത്തിൽ മുഗൾസിന് പകരം വരുന്നത് മറാത്തയാണ് അല്ലേ? മറാത്തക്കാരാണ്. പക്ഷെ അവിടെ ചോദ്യം ചോദിക്കും, തേർഡ് പാനിപ്പത്ത് നടന്ന സമയത്ത് ആരായിരുന്നു മുഗൾ ചക്രവർത്തി എന്ന് ചോദിക്കാം. അത് നോട്ട് ചെയ്യുക. മൂന്നാം പാനിപ്പത്ത് നടന്നപ്പോൾ മുഗൾ റൂളർ എന്ന് പറയുന്നത് ഷാ ആലം രണ്ടാമനാണ്. ഷാ ആലം രണ്ടാമനാണ് ആ സമയത്തെ മുഗൾ എംപറർ എന്ന് പറയുന്നത്. ഏത് നടക്കുമ്പോൾ? തേർഡ് പാനിപ്പത്ത്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? ഓക്കെ, സോ ഇത് നമ്മുടെ വരാണ്ട റൈസിൻ്റെ നിങ്ങൾക്ക് എന്താണ് ഓൺലൈൻ ക്ലാസ്സിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെയും എന്താണ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ള കോൺടാക്ട് നമ്പറാണ്. ഓഫ്ലൈനിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യാം? കോൺടാക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ കഴിഞ്ഞ നമ്മുടെ 2023-24 വർഷത്തിലെ നമ്മുടെ SSC അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് എക്സാമിൽ നമുക്ക് അച്ചീവേഴ്സിൻ്റെ ലിസ്റ്റാണിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ എന്ത് ചെയ്യാം? നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? നമ്മൾ ഇപ്പോൾ നമ്മുടെ റെയിൽവേ RPF എക്സാമിന് ചോദിച്ച ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി. കാരണം ഇതൊന്നും പുതിയ ചോദ്യങ്ങളല്ല. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പും SSCയിലും അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള NTPCയും അല്ലെ എല്ലാ എക്സാമിനും നമ്മൾ കാണുന്ന അതേ പാറ്റേൺ തന്നെയാണ് അല്ലേ? ഒരു ക്വസ്റ്റ്യൻ പോലും നമുക്കിവിടെ അതിന് പുതുതായിട്ട് കാണുന്നില്ല. എല്ലാം നമ്മൾ മുമ്പ് പഠിക്കുന്ന അതേ സാധനങ്ങളും ഒട്ടുമിക്ക എല്ലാ ക്വസ്റ്റ്യനും റിപ്പീറ്റഡുമാണ്. ഇതിലെല്ലാ ക്വസ്റ്റ്യനും എന്ത് തന്നെയെന്ന് പറയാം? റിപ്പീറ്റഡ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഈ വരാൻ പോകുന്ന NTPCക്കും എന്താണ് പ്രതീക്ഷിക്കേണ്ടത്. ഇത് തന്നെയാണ്, അല്ലെങ്കിൽ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്? വരാൻ പോകുന്നത്. സോ ഞാൻ അടുത്ത സീരീസുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.